കേന്ദ്ര ഗവൺമെന്റിന്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും സുധാകരനും ഐക്യജനാധിപത്യ മുന്നണിയും ഒരക്ഷരം ഉരിയാടാൻ തയ്യാറായിട്ടില്ല എന്ന് എം.എൽ.എ. എം.എം. മണി. വി.എം. ജോസഫ് അനുസ്മരണ ദിനാചരണവും പൊതുസമ്മേളനവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കേന്ദ്ര ഗവൺമെന്റിന്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും സുധാകരനും ഐക്യജനാധിപത്യ മുന്നണിയും ഒരക്ഷരം ഉരിയാടാൻ തയ്യാറായിട്ടില്ല. ബി.ജെ.പിക്കാരും വയനാടുകാർക്ക് വേണ്ടി ഒരക്ഷരം ഉരിയാടാൻ തയ്യാറായിട്ടില്ല എന്നത് ഏറ്റവും അപമാനകരമായ കാര്യമാണെന്ന് ഉടുമ്പൻചോല എം.എൽ.എ. എം.എം. മണി വി.എം. ജോസഫ് അനുസ്മരണ ദിനാചരണവും പൊതുസമ്മേളനവും ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സേനാപതി വട്ടപ്പാറയിൽ സംസാരിക്കുകയായിരുന്നു. കേന്ദ്ര ഗവൺമെന്റ് ഈ ദ്രോഹ നയങ്ങൾക്കെതിരെ ഇവിടെ പ്രതിപക്ഷമാണെന്ന് പറഞ്ഞ് തൂക്കിയിട്ടുണ്ട് നടക്കുന്ന സതീശനും സുധാകരനടക്കമുള്ള ഐക്യജനാധിപത്യ മുന്നണിക്കാർ ഒരക്ഷരം ഉരിയാടാൻ നമ്മൾ തയ്യാറല്ല. കേന്ദ്രം ഭരിക്കുന്ന കക്ഷിയുടെ അനുയായികൾ ബി.ജെ.പിക്കാർ ഒരക്ഷരം കേരള ജനതയ്ക്ക് വേണ്ടി വയനാട് ജനതയ്ക്ക് വേണ്ടി ഒരക്ഷരം ഉരിയാടാൻ തയ്യാറായിട്ടില്ല എന്നതാണ് ഏറ്റവും വലിയ അപമാനകരമായ കാര്യമെന്ന കാര്യവും ഞാൻ ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുക. ശാന്തമ്പാറ ഏരിയ കമ്മിറ്റി അംഗവും വട്ടപ്പാറ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയും CIT ശാന്തമ്പാറ ഏരിയ കമ്മിറ്റി അംഗവുമായിരിക്കെ 1989 ജനുവരി 15 വി.എം. ജോസഫ് നിര്യാതനായത്. സേനാപതി പഞ്ചായത്തിൽ പാർട്ടിയുടെ വളർച്ചയ്ക്കായി നിരവധി പോരാട്ടങ്ങൾ സംഘടിപ്പിച്ച വ്യക്തിയായിരുന്നു വി.എം. ജോസഫ്. 36ാമത് വി.എം. ജോസഫ് അനുസ്മരണം വട്ടപ്പാറ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്നു. അനുസ്മരണത്തോടനുബന്ധിച്ച് പ്രകടനവും പൊതുസമ്മേളനവും നടന്നു. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം വി.എൻ. മോഹനൻ, ഏരിയ സെക്രട്ടറി N.P. സുനിൽകുമാർ, ജില്ലാ കമ്മിറ്റി അംഗം വി.വി. ഷാജി, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ തിലോത്തമ സോമൻ, അരുൺ അശോകൻ തുടങ്ങിയവർ പങ്കെടുത്തു. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി P.A. ജോണി അനുസ്മരണ ദിനാചരണത്തിന് നേതൃത്വം നൽകി. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.